നമസ്കാരം. ഇന്ന് നമ്മുടെ 74ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളൊരു ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും റീൽസോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യും, ഇത് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാണും. പിന്നെ രണ്ടാമത് ഒരു മ്യൂസിക് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും, അതിനൊക്കെ ഒത്തിരി രൂപയാകില്ലേ, സോങ് എഴുതി എങ്ങനെ ചെയ്യും എന്നൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് പലരും വർക്കുകളൊന്നും പലപ്പോഴും ചെയ്യാതിരിക്കുന്നത് ഇതൊക്കെ പേടിച്ചിട്ടാണ്. അതിനൊക്കെ ലക്ഷങ്ങൾ വേണം, 10,000 വേണം എന്നൊക്കെ. അതിന് ഞാനൊരു ഈസി വഴി പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എഡിറ്റിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് പലർക്കും അറിയില്ല, ഒരു 95% പേർക്കും അറിയില്ല. അതറിയാവുന്നവരാണ് ഈ എഡിറ്റ് ചെയ്ത് ഇടുന്നതും. അവർ ₹1 മുടക്കില്ലാതെ ചുമ്മാ ഒരു 5 GB അല്ലെങ്കിൽ 5 GB നെറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതുള്ളത്. നിങ്ങൾക്ക് മിക്കവർക്കും ഒരു പഴയ മൊബൈലുകളായിരിക്കും. പലർക്കും വീടുകളിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന പഴയ മൊബൈലുകളൊക്കെ ആയിരിക്കും. ആൻഡ്രോയിഡ് തന്നെ വേണം. അതിനകത്ത് പഴയ മൊബൈലുകൾക്ക് കുറേ ഫെസിലിറ്റീസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പഴയതാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അഡ്വാൻസ്ഡ് മൊബൈലാണെങ്കിൽ ഒരുപാട് റാമൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് VN എന്നും പറഞ്ഞ് ഒരാപ്പുണ്ട്. VN എഡിറ്റ് ആപ്പാണത്. എഡിറ്റ് ആപ്പ്. ഈ VN ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, VN ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് കാണുന്ന VN നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. എന്ത് ഡൗൺലോഡ് ചെയ്താലും ഫസ്റ്റ് കാണുന്നത് സ്പോൺസേർഡായിരിക്കും, സെക്കൻഡ് കാണുന്നതായിരിക്കും അതിനകത്ത് ഫ്രീ ആയ ആപ്പ്. അതായത് സെക്കൻഡ് ഒരു കറുത്ത ഇതിനകത്തൊരു VN എന്ന് മാത്രമേ എഴുതിയരുത്. മറ്റേതൊക്കെ സ്പോൺസേർഡായിരിക്കും. നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും പൈസ കൊടുക്കേണ്ടി വരും. സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ എത്ര എഡിറ്റ് ചെയ്താലും VN നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണത്. അതിൽ നിങ്ങൾ അത് ആപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് സംശയം ഉണ്ടെങ്കിൽ VNൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിലുണ്ടത്. യൂട്യൂബിൽ പലരും അത് ഇടാറില്ല, കാരണം പല യൂട്യൂബേഴ്സ് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആരും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാതെ അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകില്ല. പിന്നെ ഫേസ്ബുക്കിൽ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ് പലരും ചെയ്യുന്നത്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകാത്തതാണ്. നമുക്കൊരു അറിവുണ്ടെന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കൊരു നഷ്ടം വരാനില്ല. ഇത് ഫേസ്ബുക്കാണ് ഇതിൻ്റെ പൈസയൊക്കെ തരുന്നത്. എൻ്റെ പ്രോഗ്രാം ഒരാൾ കണ്ടെന്ന് വെച്ച് വേറൊരാളുടെ കാണാതിരിക്കില്ല. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എല്ലാവരും കാണുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് എന്നാലും ഈ കലാഫീൽഡിലല്ലേ അസൂയൊക്കെ ഒരുപാട് കാണും. മറ്റൊരാൾ നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിലും മറ്റൊരാൾ രക്ഷപ്പെടാൻ കാണും. അതുകൊണ്ട് ഈ രണ്ടാമത്തെ VN ആപ്പ് അത് ചെയ്ത് വെച്ച് എഡിറ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം എഡിറ്റ് ചെയ്യാൻ വരുന്ന ഓപ്ഷൻസ് എല്ലാം. അതിൽ ആദ്യം കുറച്ചൊക്കെ ചുമ്മാ ചെയ്ത് നോക്കുക. ഒരു 10-20 തവണ ചുമ്മാ നിങ്ങളുടെ വീട്ടിൽ കൂടെ പറമ്പിൽ കൂടെ ഇറങ്ങി നടന്നോ, നിങ്ങളുടെ വീട്ടിനകത്തെയോ പൂച്ചയൊക്കെ എന്തെങ്കിലും കളിക്കുന്നതൊക്കെ പട്ടിയുടെ കുസൃതികളൊക്കെ പല ഷോർട്ടായിട്ട് അതെങ്ങനെ ചെയ്യണം. പിന്നെ അത് ട്രിം ചെയ്യേണ്ട ഇതും മെതേഡും ഒക്കെ അതിനകത്തുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ട്രെയിൻ ചെയ്യാവുന്നുള്ളൂ. ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്താലേ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ആൻഡ്രോയിഡിൻ്റെ തന്നെ ഇച്ചിരി ഫെസിലിറ്റി കുറഞ്ഞ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇൻഷോട്ട് അത് VN അത് പറ്റില്ലെങ്കിൽ ഇൻഷോട്ട് എന്നും പറഞ്ഞൊരിതുണ്ട്. ആ ഇൻഷോട്ട് ചെയ്യുമ്പം നിങ്ങൾ അതിലും ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പം ഫസ്റ്റ് കാണുന്നത് എടുക്കേണ്ടത്, അത് സ്പോൺസേർഡാണ്. സെക്കൻഡ് കാണുന്നതാണ് എടുക്കേണ്ടത് ഇൻഷോട്ട് എന്നും പറഞ്ഞ്. എൻ്റെ പ്രോഗ്രാമിൻ്റെ അടിയിലെല്ലാം ഇൻഷോട്ട് എന്നും പറഞ്ഞ് ഒരു സംഭവം എഴുതി കാണിക്കും. അതാണ് ഇൻഷോട്ട്. അത് ആ കറക്റ്റ് അതിൻ്റെ എംബ്ലം ഉണ്ട്, അത് നോക്കി വേണം ചെയ്യാൻ. ഫസ്റ്റ് കാണുന്നത് എടുക്കരുത്. തേർഡും ഫോർത്തും എല്ലാം സ്പോൺസേർഡാണ് കേട്ടോ. അതിൻ്റെ അടി സ്പോൺസേർഡ് എഴുതി കാണിച്ചിരിക്കും. പിന്നെ ആദ്യമേ നിങ്ങൾ ഇത് ചെയ്യുമ്പം അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇൻഷോട്ടിൽ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിനകത്ത് മ്യൂസിക് വേണമെന്ന് ചോദിക്കും. VNലും അതെ, ഏത് മ്യൂസിക് വേണം. കോപ്പിറൈറ്റുള്ള മ്യൂസിക് ഉണ്ട് കേട്ടോ, അതൊന്നും എടുക്കരുതേ. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ എടുക്കണം. അത് മ്യൂസിക് ചെയ്യാം. നിങ്ങൾക്ക് എഫക്റ്റ് ഇല്ലേ,
ഈ ഫ്ലാഷ് അടിക്കുന്നത്, പിന്നെ ട്രിമ്മായി പോകുന്നത്, ഫ്ലിക്കർ ചെയ്യുന്നത്, പിന്നെ പല ഷോർട്ടായിട്ട് പല കോളത്തിൽ വരുന്നത്, അങ്ങനെയുള്ള എല്ലാം അതിനകത്ത് ഓപ്ഷൻസ് എല്ലാം എഴുതി കാണിക്കും. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. എല്ലാം അതിനകത്ത് നിങ്ങൾ 10-20 ട്രെയിൻ ചെയ്യുക. നിങ്ങൾക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിൽ നിന്ന് പൈസ വാങ്ങാൻ ഫേസ്ബുക്ക് ഭയങ്കര എളുപ്പമാണ്. ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ യൂട്യൂബിനേക്കാൾ ഈസിയാണ്. യൂട്യൂബിൽ നിന്നും പണം കിട്ടും. നിങ്ങളൊരു 6 മാസം ശരിക്കും സ്ട്രെയിൻ എടുത്താൽ, അല്ലെങ്കിൽ 3 മാസം സ്ട്രെയിൻ എടുത്താൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാവുന്നുള്ളൂ. നിങ്ങൾ എത്ര കാലം പോയാലും നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടും. അതാണ് എഡിറ്റിൻ്റേത്. എഡിറ്റിൻ്റെ എല്ലാ ഓപ്ഷനും അതുണ്ട്. ആദ്യം VN, നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈലാണെങ്കിൽ VN, പിന്നെ അല്ലെങ്കിൽ ഇൻഷോട്ട്, ഇത് രണ്ടും. ഇനി നിങ്ങൾക്ക് മ്യൂസിക് ചെയ്യണമെങ്കിൽ ഒരിത് പറയാം. ഡോണ എന്നും പറഞ്ഞൊരു ആപ്പുണ്ട്. ഡോണ മാത്രമേ ഉള്ളൂ കേട്ടോ മ്യൂസിക് ചെയ്യാൻ. അപ്പം നിങ്ങൾ ഡോണ എന്നും പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിലും ആദ്യത്തെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. ഫസ്റ്റ് ഡോണ ഡൗൺലോഡ് ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കിടക്കുന്ന ഡോണ ഉണ്ട്. ഒരു ഇച്ചിരി ബ്ലാക്ക് ബ്ലൂയിഷ് കളറിനകത്ത് DONNA എന്ന് മാത്രം എഴുതിയൊരു അത് ഫസ്റ്റ് കാണുന്നത് സ്പോൺസേഡാണ്. 3rd 4th എല്ലാം സ്പോൺസേഡാണ്. സെക്കൻഡ് കാണുന്ന ഒരു സോങ് മാത്രം ഫ്രീ ആണ്. 3 മിനിറ്റ്, അതായത് 2 മിനിറ്റിനുള്ള വരികൾ. അതായത് ഡോണ അതിൽ നിങ്ങൾ മ്യൂസിക് ചെയ്യുമ്പം, നിങ്ങൾ ഡോണ ഓപ്പൺ ചെയ്യുമ്പം അത് ഡോണ വരും. ഡോണ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മ്യൂസിക് ലിറിക്സ് ചോദിക്കുക. ആദ്യം ലിറിക്സ് നിങ്ങൾ അതിൽ മലയാളത്തിൽ അടിച്ചു കൊടുത്താൽ മലയാളത്തിൽ അത് ചെയ്യും. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് പോപ്പ് മ്യൂസിക്കാണോ, റാപ്പ് മ്യൂസിക്കാണോ, ക്ലാസിക്കാണോ, ലവ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അതിനകത്ത് മെലഡിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫീമെയിലാണോ മെയിലാണോ വോയിസ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ ഓപ്ഷൻസ് കാണും. ഓപ്ഷൻസ് എന്നിട്ട് ഇത് അവരൊന്ന് അതിൽ ഓക്കെ അടിക്കുമ്പോഴത്തേനും നിങ്ങൾ എഴുതി കൊടുത്ത പാട്ട് ആ ഡോണ ആപ്പ് തന്നെ, ഇംഗ്ലീഷുകാരായിരിക്കും കേട്ടോ പാടുന്നത്, അതിൻ്റെ ഒരു വൈപരീത്യം ഉണ്ട്. അവരിപ്പോൾ മലയാളം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ആ രീതിയിൽ അവർ തന്നെ പാടി ഒരു 20 മിനിറ്റ് കൊണ്ട് അവർ തന്നെ അത് മ്യൂസിക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തരും. കാരണം എനിക്ക് മലയാളം ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ചെയ്ത് കൊടുത്ത് എനിക്കൊരു 3 മിനിറ്റിൻ്റെ ഒരു സോങ് കിട്ടി. പക്ഷേ ഇതേ ഉള്ളൂ ഫ്രീ. ബാക്കി നിങ്ങൾ 599 രൂപ നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 4 സോങ് നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ 3 മിനിറ്റിൻ്റെ 2.5 മിനിറ്റിൻ്റെയോ 4 സോങ് വെച്ച് 599. അതൊരു നഷ്ടമൊന്നുമല്ല. ഇപ്പം മനസ്സിലായല്ലോ. ഫ്രീ ആയിട്ട് എഡിറ്റും ചെയ്യാം, നിങ്ങൾക്ക് മ്യൂസിക്കും ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു 3 മിനിറ്റ് മ്യൂസിക് ഒന്നും 1 രൂപ മുടക്കാതെ. ഇച്ചിരി സ്ട്രെയിൻ എടുക്കണം. ഞാനിപ്പം നിലവിൽ രാത്രി ഏകദേശം 1 മണിക്കാണ് ഇത് ചെയ്യുന്നത്. കാരണം എൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ നിങ്ങൾ ഇച്ചിരി സ്ട്രെയിൻ എടുത്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഈ 2 കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ അത് നമ്മൾ സ്ട്രെയിൻ എടുത്താൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.